തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങൾ രാജിവെച്ച് ബി.ജെ.പിയെ പിന്തുണച്ചതിൽ പാർട്ടിയിൽ നടപടി. ടി.സി.സി ജനറൽ സെക്രട്ടറി ടി.എം. ചന്ദ്രൻ, മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ എന്നിവരെ സസ്പെൻഡ് ചെയ്തു. കോൺഗ്രസിന്റെ 8 അംഗങ്ങളാണ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത്. കോൺഗ്രസ് വിമതയായി ജയിച്ച ടെസ്സിയെ മുന്നിൽ നിർത്തിയാണ് ബി.ജെ.പി കോൺഗ്രസ് സഖ്യം ഭരണത്തിലെത്തിയത്. ചൊവ്വന്നൂർ പഞ്ചായത്തിൽ SDPI പിന്തുണയോടെ UDF വിജയിച്ചതിന് പിന്നാലെ നേതൃത്വം രാജി ആവശ്യപ്പെട്ടു. സൂരജ് സജി വിവരങ്ങളുമായി. സൂരജ്, ഇത് നമ്മൾ ആ സമയത്തൊക്കെ തത്സമയം വാർത്തകൾ നൽകിക്കൊണ്ടിരുന്നതാണ്. വളരെ പെട്ടെന്നാണ് 8 അംഗങ്ങൾ രാജിവെച്ചു കോൺഗ്രസിൽ നിന്ന് വാർത്ത വരുന്നതും പിന്നീട് അത് മറ്റൊരു തരത്തിലേക്ക് വലിയൊരു ട്വിസ്റ്റിലേക്ക് പോകുന്ന കാഴ്ച കണ്ടു. ഇപ്പോൾ അടുത്ത നടപടി എന്ന വാർത്ത കൂടി വരികയാണ്. നേതാക്കൾക്ക് എതിരെ നടപടി, സസ്പെൻഷൻ. വിവരങ്ങൾ അനുജ, ഒരു തരത്തിലും കേട്ടുകേൾവി പോലും ഇല്ലാത്ത സംഭവങ്ങളാണ് മണിക്കൂറുകളുടെ ഇടവേളയിൽ മറ്റത്തൂരിൽ അരങ്ങേറിയത്. UDFന്റെ 8 അംഗങ്ങളാണ് രാജിവെക്കുന്നത്. അപ്രതീക്ഷിതമായ ഒരു കൂട്ടരാജി ഉണ്ടാകുന്നു. ഈ രാജിക്ക് പിന്നിലെ കാരണം എന്തെന്ന് ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കോ DCCക്കോ ഒന്നും തന്നെ മനസ്സിലായില്ല. പെട്ടെന്ന് ഒരു രാജി തരാനുള്ള ചേതോവികാരം എന്നത് അന്വേഷിക്കുന്നതിനിടയിലാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമാണ് ഇതെന്ന് മനസ്സിലാകുന്നത്. ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് പിന്നീട് ഈ അംഗങ്ങൾ എത്തുകയും അവിടെ വച്ച് BJP പിന്തുണ നേടിക്കൊണ്ട് ഇവർ മത്സരിക്കുകയുമായിരുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച കോൺഗ്രസിന്റെ തന്നെ വിമതയായെത്തി ഒടുവിൽ കോൺഗ്രസിന്റെ തന്നെ വിമതയായെത്തി മത്സരിച്ച് വിജയം കണ്ട സ്ഥാനാർത്ഥിയെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ രാഷ്ട്രീയ നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോയത്. അവരെ മുൻനിർത്തി മത്സരിക്കുന്നു. ആ മത്സരത്തിനൊടുവിൽ ടെസ്സി വിജയിക്കുകയും ചെയ്തു. അതിൽ 8 അംഗങ്ങളുണ്ടായിരുന്ന UDFന്റെ ആ 8 അംഗങ്ങളുടെയും പിന്തുണ ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു വിമത, അങ്ങനെ 9 ആകുന്നു. BJPയുടെ 4 അംഗങ്ങളുടെയും കൂടി ചേർത്ത് 13 അംഗങ്ങളുടെ വോട്ടായിരുന്നു ഈ ടെസ്സിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ അതിൽ ഒരെണ്ണം അസാധുവായി. LDFനാകട്ടെ 11 വോട്ടുകൾ ലഭിക്കുകയും 12 കിട്ടിയ ടെസ്സി ജയിക്കുകയും ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും സമാനമായ പാറ്റേൺ തന്നെയാണ് ഈ ആവർത്തിച്ചത്. നൂർജഹാൻ എന്ന് പറയുന്ന UDFന്റെ വാർഡ് മെമ്പറാണ് ഈ വൈസ് പ്രസിഡന്റായി മത്സരിച്ചത്. നൂർജഹാൻ നവാസും ഇത്തരത്തിൽ ഈ 8 അംഗങ്ങളുടെ വോട്ടിന് പുറമെ BJPയുടെ 4 അംഗങ്ങളുടെയും ഒരു വിമത സ്ഥാനാർത്ഥിയുടെയും വോട്ട് നേടി ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് വിജയിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് DCC ഈ നേതാക്കൾക്കെതിരെ നടപടിയെടുത്തത്. 2 പ്രധാനപ്പെട്ട നേതാക്കൾ, അതായത് TN ചന്ദ്രൻ DCCയുടെ ജനറൽ സെക്രട്ടറിയാണ്, അതോടൊപ്പം തന്നെ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള ഷാഫി എന്നിവർക്കെതിരെയാണ് നടപടിയെടുത്തിരിക്കുന്നത്. ഇവരുടെ നേതൃത്വത്തിലാണ് ഈ കുതിരക്കച്ചവടം നടന്നത് എന്നുള്ളതാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലടക്കം കോൺഗ്രസ് ഈ പ്രദേശത്ത്, മറ്റത്തൂർ ഉൾപ്പെടുന്ന പ്രദേശത്ത് 3ാം സ്ഥാനത്തേക്ക് പോയിരുന്നു. അത് BJPയുമായി ഈ നേതാക്കൾ ഉണ്ടാക്കിയ ഡീലിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത്. അത്തരത്തിലൊരു റിപ്പോർട്ട് KPCCക്ക് സമർപ്പിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ KPCCയാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ ഇവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത്. പക്ഷേ LDF ആകട്ടെ ഇത് വലിയ രാഷ്ട്രീയ ആയുധമാക്കുന്നു. കോൺഗ്രസ് BJP കൂട്ടുകെട്ടിന്റെ ഏറ്റവും പുതിയ തുറന്ന ഉദാഹരണമാണ് എന്നുള്ളതാണ്. താമര ചിഹ്നത്തിൽ കൈപ്പത്തി അടയാളം പതിപ്പിച്ചുകൊണ്ട് താമരയിൽ കൈപ്പത്തി വിരിഞ്ഞു എന്ന തരത്തിലുള്ള പ്രചാരണമടക്കം DYFI നടത്തുന്നുണ്ട്. ഈ പഞ്ചായത്തിന് മുന്നിൽ അടക്കം അത്തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകളും DYFI സ്ഥാപിച്ചിട്ടുണ്ട്. എന്തായാലും LDFനെ സംബന്ധിച്ച മറ്റത്തൂരിലെ ഈ നാടകീയ സംഭവങ്ങൾ വലിയ രാഷ്ട്രീയ ആയുധമായി മാറുകയാണ്. അനുജ, അതാണ് BJP കോൺഗ്രസ് ബാന്ധവം എന്നുള്ളത്. അത് മറ്റത്തൂരിലേത് ഏറ്റവും ഒടുവിലത്തേത് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ് CPIM. ഇത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഈ തരത്തിലേക്ക് 3ാം സ്ഥാനത്തേക്ക് കോൺഗ്രസ് പോയിരുന്നു. അപ്പോൾ ഈ ബാന്ധവം ഇത് പുതിയതായുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസും അക്കാര്യത്തിൽ തുടരന്വേഷണത്തിലേക്കൊക്കെ പോകുന്നു എന്നതാണ് സൂരജ് സജി നൽകിയ വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.